അല്ല, ആ പെൺകുഴി മുട്ടയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ചിലപ്പോ ആ മുട്ട ഈ ഒട്ടകപ്പക്ഷിയുടേതായിരിക്കും. ആരാണോ ഈ റേസിൽ ജയിക്കുന്നത് അവർക്ക് എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും. നിന്റെ കൂടെ സെൽഫിയോ? നിന്റെ പിറന്നാളിന് പോലും ഞങ്ങളാരും നിന്റെ കൂടെ സെൽഫി എടുക്കാറില്ല. ഞാനും പിന്നെ ഹണി മാറി ഇന്ന് ഫോട്ടോ എടുത്തോളാം. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒരു സ്ട്രോബെറി ഷേക്ക് വാങ്ങിച്ചു തരാം. അപ്പൊ ഓക്കെ അല്ലേ? Get ready. ഈ റേസ് കൊണ്ടൊരു ഗുണവും ഉണ്ടല്ലോ. അഥവാ ഞാൻ ലാസ്റ്റ് വന്നാലും മൂന്നാമതേ വരൂ, അതായത് ടോപ്പ് 3. അതത്ര മോശമൊന്നുമല്ല. ഈ ലഡുവില് ഫംഗസ് പിടിച്ചിരിക്കുക. ഇതെന്തിനാ നീ എടുത്തത്? എടാ മണ്ട, ഇത് ലഡുവൊന്നും അല്ല, മുട്ടയാടേ മുട്ട. പക്ഷെ ഇതെങ്ങനെയാ ഇവിടെ വന്നേ? ഇപ്പോഴത്തെ കിളികള് പറക്കുന്നതിന്റെ ഇടയിൽ തന്നെയല്ലേ മുട്ടയിടുന്നത്. ഒരു നോട്ടോ ഇല്ലെന്നേ. ഇതിന്റെ അമ്മയെ കണ്ടുകിട്ടുന്നതുവരെ ഇതിനെ നമുക്ക് സംരക്ഷിക്കാം. അതുവരെ ആ മുട്ട എനിക്ക് തന്നേക്കുന്നേ. ചൊറിയുന്നേ അമ്മേ, ചൊറിയുന്നേ. സോറി സോറി. അല്ല, സമയം എത്രയായി? ഒറ്റ വീക്ക് വെച്ചതല്ലോ. നിനക്ക് ഈ മുട്ട തരുന്നതിലും ഭേദം കാളയോട്ടത്തിന് നടുക്കൊണ്ട് വയ്ക്കുന്നതാ. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ കൽവിലെ നല്ല പാട്ടുകാരാ, മുത്തമിട്ട് ഞാൻ കാത്തിവെച്ചൊരു മുട്ട നിന്റെ കയ്യിൽ. ഈ ഡാൻസ് ഓഡിയൻസിന് മുമ്പിൽ ചെയ്യായിരുന്നില്ലേ? അതാവുമ്പോ എത്ര ചീഞ്ഞ മുട്ട വേണമെങ്കിലും അവരെടുത്ത് എറിഞ്ഞോളൂല്ലോ. ഒരു പാട്ട് മൂളവേ മറുകളി ഏറ്റുപാടയോ. ഇതെന്റെ മുട്ടയാണ്. അയ്യോ അല്ല, ഇത് എന്റെ മുട്ടയാണ്. ഈ പെൻഗ്വിൻ പറയുന്നത് പച്ച കള്ളാണെന്നേ. അതിനെങ്ങനെ കിടന്ന് തുള്ളുന്ന എന്തിനാ? നിങ്ങൾ എന്താ റിമി ടോമിയാണോ? ഞാൻ എന്റെ മുട്ട അന്വേഷിച്ച് എവിടെയെല്ലാം പോയെന്നറിയാവോ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങൾ എവിടേക്കാ പോയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യാന്ന്. കിളിയേ കിളിയേ, എങ്ങുതാ ഈ മുട്ട എന്റേതാ? ഇത് എന്റെ മുട്ടയാ. അല്ല എന്റേതാ. എന്റെ മുട്ടയാ അങ്ങ് തരാൻ. അല്ല എന്റേതാ. അല്ല, ഇത് തന്റെയും കൂടി മുട്ടയാണോ? അല്ലെന്നേ, മുട്ട മുട്ടാന്ന് പറഞ്ഞ് കൂകുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല മുട്ടക്കടയും തുറന്നായിരിക്കും. വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തിനാ അങ്ങനെ തല്ല് പിടിക്കുന്നേ? മുട്ട പൊട്ടിച്ചു നോക്കിയാൽ അറിയാലോ ഇത് പെൻഗിന്റെ ആണോ അതോ ഒട്ടകപക്ഷിയുടെ ആണോന്ന്. ഈ മുട്ട നീ പൊട്ടിക്കോ? കണ്ണു ചുവക്കണ്, പല്ല് കടിക്കണ്, ആകെ വേർക്കണ്. അല്ല, ഇപ്പൊ എന്താ ഒരു ശബ്ദം കേട്ടത്? കഴുത്തുനിന്ന് പെട്ടെന്ന് ഉളുക്കിയതോ? ആ ഒട്ടകപ്പക്ഷി മുട്ടയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ചിലപ്പോ ആ മുട്ട പെൻഗ്വിന്റെ ആയിരിക്കും. അല്ല, ആ പെൻഗ്വിൻ മുട്ടയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ചിലപ്പോ ആ മുട്ട ഈ ഒട്ടകപ്പക്ഷിയുടേതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ മുട്ട ഇവർ രണ്ടുപേരുടെ നല്ലതാണ്. നമുക്ക് ആ മുട്ട നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. മോനെ, ഈ നഗരം വളരെ സേഫ് ആണ്.
കിളികൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ ആർക്കും ആരോടും ഒരു വൈരാഗ്യവും ഇല്ല. അച്ഛൻ പറയുന്ന മൊത്തം പച്ച കള്ളവാ. മേഡം, ഈ അഡ്രസ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിപ്പോ ഇതിലേതാണാവോ നമ്മൾ അന്വേഷിച്ചു വന്ന മുട്ട? ദാ ഇതാണ് നമ്മുടെ മുട്ട. ഓക്കെ അല്ല ദേ ഇതാണ്. ഓക്കെ, ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നത് ഈ മുട്ടയെന്നാണ്. നിങ്ങളൊന്ന് വേഗം പറഞ്ഞു നടക്കണേ. ഫൈനൽ, ഇത് എന്റെ മുട്ടയാ. ഒരമ്മയ്ക്ക് സ്വന്തം മുട്ട തിരിച്ചറിയാൻ കഴിയുള്ളൂ. അമ്മ മാറിപ്പോയി. കിളിയേ കിളിയേ, അഥവാ എന്റെ മുട്ട തന്നില്ലെങ്കിൽ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, പറഞ്ഞേക്കാം. കരാട്ടയില് ബ്ലാക്ക് ടൈയാ ഞാൻ. ടൈ അല്ല, അത് ബെൽറ്റാ. ഞങ്ങൾ പെൻഗിൻസിന് അരഭാഗമില്ലല്ലോ, കഴുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ടൈ ഞാൻ ചോദിച്ചു വാങ്ങി. മഞ്ഞക്കളിയുടെ മോളി പട്ടുകളി, ഒന്നാം കളി രണ്ടാം കളി. ഇതിലെ കുഞ്ഞു പുറത്തു വന്നിട്ടേ നിങ്ങൾക്ക് ഈ മുട്ട തിരികെ കിട്ടൂ. വരൂ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് വേണ്ടി നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. താൻ എന്തിനാണോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങളുടെ കളർ ആണെങ്കിൽ ചുവപ്പ് നീലയാ, പക്ഷെ നിങ്ങളുടെ മുട്ട എന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്നേ? ഒരു കളി പാട്ട് പോലവേ, മറുകളി ഏറ്റുപാടിയോ. എന്റെ കുഞ്ഞിനടുത്ത് നിന്നെ കണ്ടുപോകരുത്, അല്ലെങ്കിൽ ഇതാവുമ്പോ നിന്നെ പോലെ അവന് കളിയാവും. ഹലോ, ഇവന് വേണ്ടി നമുക്ക് ഉടുപ്പ് വാങ്ങിക്കാം. നമ്മൾ തണുപ്പുള്ള സ്ഥലത്തല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇവനെ നമുക്ക് സ്വെറ്റർ ഇടിക്കാം. അതാവുമ്പോ തണുക്കയില്ലല്ലോ. ഞങ്ങള് ചൂടുള്ള സ്ഥലത്താ താമസിക്കുന്നത്, അതുകൊണ്ട് അവന് ഈ നെറ്റുള്ള ബനിയൻ ഇട്ടാ മതി. അപ്പൊ പിന്നെ ചൂടെടുക്കില്ലല്ലോ. ഇവൻ ഈ സ്വെറ്റർ തന്നെ ഇടും, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് ശരിയാക്കി കളയും. അയ്യോ പിടിക്കേ, ദേ ട്രോളി പോകുന്നു. പിന്നെ പോയി. താങ്ക് യു. നിങ്ങൾ എന്റെ മുതലാളിയുടെ ആന്റി ഗോൾഫ് ബോളിങ്ങിന് സൂക്ഷിച്ചു വെച്ചതിന് നന്ദിയുണ്ട്. എടോ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോളല്ല, ഇത് മുട്ടയാണ്. ഇത് മുട്ടയല്ല, ഗോൾഫ് ബോൾ തന്നെയാണ്. ദേ കണ്ടില്ലേ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല പ്ലാസ്റ്റിക് കൊണ്ടാ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോ ഇത് എന്റെ വണ്ടിയിൽ നിന്ന് വീണതായിരിക്കുമെന്നേ. പക്ഷെ കണ്ടിട്ടൊരു മുട്ടയെ പോലെ തന്നെ ഉണ്ടല്ലോ. ഗോളടിക്കുന്ന ബോള് അതൊരു ബോളല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആന്റിക്കാണ്, അതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് ശരിക്കുള്ള മുട്ട അല്ലെങ്കിൽ പിന്നെ എന്റെ മുട്ട എവിടെ പോയി? പറയുന്ന മൊത്തം പച്ചക്കള്ള. ആരാരെയാ പിടിച്ചത്? എന്തിനാ പിടിച്ചത്? എപ്പോഴാ പിടിച്ചത്? അല്ല, ഇവരുടെ രണ്ടുപേരുടെ അമ്മ ആരാ? ഇതേതായാലും ഇവരുടെ മക്കളല്ല. അപ്പൊ ഇതും അമ്മയും മക്കളും അല്ല, പാവം കുട്ടികളെ. എടാ മണ്ട, നീ ഇങ്ങനെ എന്തിനാണ് എല്ലാം തലതിരിച്ച് ആലോചിക്കുന്നേ? രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ കറക്റ്റായില്ലേ? മക്കളെ, നിങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എത്ര നേരമായി? അതിനുശേഷം ഞങ്ങൾ ഒളിച്ച് കളിക്കായിരുന്നു അമ്മേ.